എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഏറ്റവും പുതുതായിട്ട് വണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ള ക്ലാസിക് 350യുടെ മെറ്റലോ സിൽവർ എന്ന് പറയുന്ന പുതിയ ഒരു കളർ വേരിയൻറ്റും അതിനകത്തുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ക്ലാസിക് 350 മെറ്റലോ സിൽവർ എന്ന് പറയുന്ന വണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ബേസിൽ നോക്കുമ്പോഴത്തേന് അലോയ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റെൽത്ത് ബ്ലാക്ക് 350 കണ്ടപ്പോഴുള്ള അലോയ്സാണ് വരുന്നത്. അതിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ ഒരു സ്പോക്കിനകത്തൊക്കെ ഒരു ക്രോമിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ വരുന്നുണ്ട്. ബാക്കി ലുക്ക് വൈസൊക്കെ നോക്കുമ്പോഴത്തേന് എല്ലാ ക്ലാസിക് 350 വണ്ടികൾ കാണുന്നപ്പോഴുള്ള ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ എഞ്ചിൻ സൈഡ് നോക്കുമ്പോഴത്തേന് 350cc എഞ്ചിനാണ് വരുന്നത്. യൂസ് എഞ്ചിനാണ്. പവറിലോ ടോർക്കിലോ യാതൊരു തരത്തിലുള്ള വ്യത്യാസം ഒന്നും തന്നെ നമുക്ക് പറയാനില്ല. നേരത്തെ ഉണ്ടായിരുന്ന പഴയ സീരീസിലുള്ള BS6 എഡിഷൻ കണ്ട പോലുള്ള എഞ്ചിൻ സീരീസിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സൈഡ് പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതിനകത്തൊരു ക്ലാസിക് 350 എന്ന് പറയുന്ന ചെറിയൊരു സ്റ്റിക്കറിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. അത് മാത്രമല്ല ഇതിന് ഡ്യുവൽ ചാനൽ ABS തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പിന്നിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു ക്ലാസിക് തനിമ നിലനിർത്തുന്ന രീതിയിലാണ് ആ ഒരു ടൈലൈറ്റ് സെക്ഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. അത് നേരത്തെ ഉണ്ടായിരുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. അതിലും മാറ്റമായിട്ടുള്ള കാര്യമൊന്നും തന്നെ പറയാനില്ല. പിന്നെ ഉള്ളത് ആ ഒരു ക്രോം എലമെൻറ്റിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ആണ്. ടാങ്കിൽ കാണുന്ന ആ ഒരു സിൽവർ കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രോം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ആ ഒരു എഞ്ചിൻ സൈഡിലായി കഴിഞ്ഞാലും ആ ഒരു ഇൻഡിക്കേറ്റർ സൈഡായി കഴിഞ്ഞാലും കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു ഡിസൈൻ ഫാക്ടറായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നത് സെയിം രീതിയിലുള്ള ആ ഒരു ക്ലാസിക് 350 സ്റ്റെൽത്ത് ബ്ലാക്കിൽ കണ്ട പോലെയും ആ ഒരു സിഗ്നൽസ് കണ്ട പോലെയും രീതിയിലുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതൊരു നല്ലൊരു വണ്ടിയുടെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ബെറ്റർ പെർഫോമൻസ് കിട്ടുന്ന രീതിയിലുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ആ വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതേ സെയിം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കി നമുക്ക് ഓവറോൾ ലുക്ക് വൈസ് നോക്കുമ്പോഴത്തേനും ലെങ്ത് വൈസ് നോക്കുമ്പോഴത്തേനും ഒരു രീതിയിലുള്ള വ്യത്യാസം നമുക്ക് പറയാനില്ല. അതേ സീരീസിലുള്ള അതേ എൻജിൻ ടൈപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. അതേപോലെ നമുക്ക് ഫ്രണ്ട് ഫോർക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും കാര്യമായിട്ടുള്ള ലെങ്തിലോ കാര്യങ്ങളിലോ കാര്യമായിട്ട് വ്യത്യാസമൊന്നും തന്നെ പറയാനില്ല. അതിനകത്തൊരു ചെറിയൊരു റിഫ്ലക്ടർ വരുന്നുണ്ട്. അതുമാത്രമല്ല ആ ഒരു ടാങ്കിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാലും അതിനകത്തൊരു റെഡ് എലമെൻ്റായിട്ട് തന്നെ റോയൽ എൻഫീൽഡ് എന്നുള്ള സ്റ്റിക്കറിങ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് ആ ഒരു സീറ്റിങ്ങിൻ്റെ ഡിസൈനാണ്. സീറ്റിംഗ് ഡിസൈനായി കഴിഞ്ഞാലും ആ ഒരു റെഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കാണാൻ സാധിക്കും. വണ്ടി ടോട്ടലി ചെറിയൊരു ക്രോം ഫിനിഷിങ്ങുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ മിറേഴ്സും കാര്യങ്ങളും ടോട്ടലി ക്രോം എലമെൻ്റ് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ലുക്ക് വൈസ് നോക്കുമ്പോഴത്തേന് ഒരു വ്യത്യാസം നമുക്ക് ക്ലാസിക് സീരീസിലെ വണ്ടികളും ഈ വണ്ടിയും നമുക്ക് പറയാനില്ല. പിന്നെ കളർ ചേഞ്ചിങ് മാത്രമേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുള്ളൂ. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാലും ഹാലജൻ ബൾബോടുകൂടിയ ഹെഡ് ലാമ്പാണ് വരുന്നത്. ഹാലജൻ ബൾബോടുകൂടിയ ഹെഡ് ലാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താക്കോലായിട്ട് വണ്ടി ഓണാക്കാൻ തന്നെ BS6 എഡിഷൻ ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് ആൾവേസ് ഓൺ ആയിരിക്കും. അത് നമുക്കൊരു നല്ലൊരു ഫീച്ചറായിട്ട് തന്നെയാണ് നമുക്ക് കമ്പനി ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ ബേസിൽ വണ്ടി നോക്കുമ്പോഴത്തേന് നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസിക് വണ്ടി എന്ന് തന്നെ വേണമെങ്കിൽ തന്നെ ഈ ഒരു ബുള്ളറ്റിനെ വിളിക്കാൻ സാധിക്കും. ഒരുപക്ഷേ ഈ ഒരു മെറ്റലോ 350ക്ക് ശേഷം ഇറങ്ങിയ വണ്ടി ആയിരുന്നിട്ട് പോലും സ്വിച്ചസിലോ കാര്യങ്ങളിലോ ഒന്നും തന്നെ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അതേ എഞ്ചിൻ കിൽ സ്വിച്ച് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പഴയ സീരീസിലെ പോലെ. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഫീച്ചർ എന്ന് പറയാൻ വേണ്ടിയിട്ട് പഴയ രീതിയിൽ തന്നെയുള്ള ആ ഒരു മീറ്റർ കൺസോൾ തന്നെയാണ് ഇതിലും വരുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസെല്ലാം തന്നെ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. പെർഫോമൻസും കാര്യങ്ങളിലും യാതൊരു ചേഞ്ചസും വരാത്തതുകൊണ്ട് തന്നെ വണ്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ പുതുതായിട്ട് വന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസം നമുക്ക് പഴയ ക്ലാസിക് സീരീസിലെ വണ്ടിയായി കഴിഞ്ഞാലും ഈ ഒരു വണ്ടി നമ്മൾ അറിയാൻ സാധിക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ ആയി കഴിഞ്ഞാൽ സീറ്റിങ്ങിൻ്റെ എലമെൻ്റ് ആയി കഴിഞ്ഞാൽ എല്ലാം തന്നെ ഒരേ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ കളറിൽ മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഡിസൈനിൻ്റെ കാര്യങ്ങളിലോ യാതൊരു വ്യത്യാസം വന്നിട്ടില്ല.
അതേ രീതിയിൽ തന്നെയാണ് സീറ്റിങ്ങിലും കൊടുത്തിട്ടുള്ളത്. സീറ്റിങ്ങിലായി കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒരു കുഷ്യൻ ടൈപ്പോട് കൂടിയ സീറ്റാണ് വരുന്നത്. അത് നമ്മുടെ ചെറിയ രീതിയിലുള്ള കുഴികളൊക്കെ ചാടി കഴിഞ്ഞാൽ തന്നെ വലിയ രീതിയിലുള്ള ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് വണ്ടിയിലോ നമ്മുടെ ബോഡിയിലോ അറിയാൻ സാധിക്കുന്നില്ല. ബാക്കി നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്തായി കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. നമുക്ക് സഡനായിട്ടുള്ള ഒരു പുള്ളിങ് നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ സൈഡിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പഴയ സീരീസിലുള്ള വണ്ടികളെന്ന് വെച്ച് നോക്കുമ്പോഴത്തേന് വലിയ വൈബ്രേഷനോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഹാൻഡിൽ ബാറേ ഫീൽ ചെയ്യുന്നില്ല. നമുക്കത് ഓടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ ഉള്ള വൈബ്രേഷനുള്ള വണ്ടിയൊക്കെ ആകുമ്പോഴത്തേന് നല്ല രീതിയിലുള്ള ഒരു വൈബ്രേഷൻ നമുക്ക് ഹാൻഡിൽ ബാറിലും ആ ഒരു മിററിലും ഒക്കെ അറിയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടിയിൽ നമുക്ക് അത്രയും ഫീൽ ചെയ്യുന്നില്ല. BS6 എഡിഷൻ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്രെയിമിൽ വന്ന വ്യത്യാസം കൊണ്ടും ആയിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഫ്രെയിമിൽ വന്ന വ്യത്യാസം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നല്ല രീതിയിലുള്ളൊരു സ്റ്റെബിലിറ്റിയും കൺട്രോളും ഒക്കെ നമുക്കൊരു വണ്ടിയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. എഞ്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലുള്ള നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ BS6 എഡിഷനിൽ ഈ ഒരു വണ്ടി നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. നമുക്ക് നോയ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ടപ്പ് നോയ്സൊന്നും നമുക്ക് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ സൈഡിൽ നിന്ന് വരുന്നില്ല. നമുക്ക് നോർമലായിട്ടുള്ള സ്മൂത്തായിട്ടുള്ള ഒരു എഞ്ചിൻ നോയ്സ് തന്നെയാണ് നമുക്ക് ആ ഒരു സൈലൻസിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ വണ്ടിയുടെ ബ്രേക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ABS ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പം കിട്ടുന്നുണ്ട്. നമുക്ക് ഡ്യുവൽ ചാനൽ ABS ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റി നമുക്ക് വണ്ടിയുടെ ഒരു ബ്രേക്കിംഗ് സെക്ഷനിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വണ്ടിയുടെ മൈലേജ് ഒക്കെ പറയുമ്പോഴത്തേന് 40 to 45 ഇടയിലാണ് നമുക്ക് മൈലേജ് പറയുന്നത്, കമ്പനി പറയുന്ന മൈലേജ് വരുന്നത്. നമുക്ക് നോർമലി റോഡ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് നമുക്ക് മൈലേജ് നമുക്ക് കുറച്ചുകൂടെ വെരിഫൈ ചെയ്ത് കിട്ടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റോഡ് കണ്ടീഷനിൽ നമുക്ക് ഓരോ രീതിയിലുള്ള മൈലേജ് ആയിരിക്കും. നമ്മുടെ ആ ഒരു ട്രാഫിക്കും കാര്യങ്ങളും എല്ലാം അനുസരിച്ചായിരിക്കും നമ്മുടെ മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ബാക്കി ഓവറാൾ നോക്കുമ്പോഴത്തേന് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളോ ഒന്നും തന്നെ നമ്മുടെ വണ്ടിയിൽ നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് നമ്മുടെ ആ ഒരു സസ്പെൻഷൻ കേസ് ആയി കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രെയിമിൻ്റെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടലി വരുന്നത്. ഇപ്പോൾ നമ്മൾ നോർമലി വിചാരിക്കും ഏത് വണ്ടി എടുക്കണമെന്നുള്ളത്, ക്ലാസിക് സീരീസിലെ വണ്ടി എടുക്കണോ അതോ മിറ്റിയോർ ത്രിഫ്റ്റി പോലുള്ള വണ്ടി എടുക്കണോ എന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിറ്റിയോർ ത്രിഫ്റ്റി പറയുന്ന വണ്ടിയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇതിനേക്കാളും നല്ല രീതിയിലുള്ള റൈഡിങ് കംഫർട്ടാണ് മെയിനായിട്ട് ആ വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ വൈബ്രേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ്, കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു വൈബ്രേഷൻ ഫ്രീ ആണ് വരുന്നത്. പിന്നെ പുതിയ രീതിയിലുള്ള ഒരു എൻജിൻ സീരീസാണ് വരുന്നത്. പിന്നെ അഡീഷണലായിട്ട് നമുക്ക് ഇതിനകത്ത് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനേക്കാളും കുറച്ച് കൂടുതലാണ്. നാവിഗേഷൻ സിസ്റ്റം വരുന്നുണ്ട്, അഡീഷണലായിട്ട് ഒരു ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വില നോക്കുമ്പോഴത്തേന് ഇത് 2.11 റേറ്റ് വരുന്നുണ്ട് ആ ഒരു മോഡലിന്. ഇതാകുമ്പോഴത്തേന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇത് 2.24 ടോട്ടൽ പ്രൈസ് ഓൺ റോഡ് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു റൈഡിങ് കംഫർട്ട് തരുന്ന വണ്ടി മിറ്റിയോർ ത്രിഫ്റ്റി തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ വണ്ടിയെ പറ്റി ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരുടെ മുന്നിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ഗുഡ് ബൈ.